കൂലങ്കഷമായിട്ട് ആലോചിക്കുന്നത്? അല്ല, നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട് മുത്തശ്ശി അവിടെ പോയിട്ടേ ഉള്ളൂ. പെട്ടെന്ന് തന്നെ ഇപ്പം ഇങ്ങോട്ട് വരേണ്ട ആവശ്യം എന്താ? എന്നാലും ആരായിരിക്കും മുത്തശ്ശിനെ വിളിച്ചേ? എടോ പൊട്ടാ, താൻ മണ്ടനാണോ അല്ലെങ്കിൽ മണ്ടനായിട്ട് അഭിനയിക്കാണോ? ഇതിനെന്താ സംശയം ഇരിക്കുന്നത്? നീക്കേട്ടൻ വിളിച്ചിട്ടാണ് മുത്തശ്ശി വന്നത്. ചേച്ചി പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഏട്ടനോ? ഏട്ടൻ വിളിച്ചിട്ടാണോ വന്നത്? അപ്പൊ പിന്നെ എല്ലാം അറിഞ്ഞിട്ടുള്ള വരവായിരിക്കും. അതല്ലേ എനിക്ക് ഇത്ര ടെൻഷൻ. എല്ലാം പറഞ്ഞിട്ടുള്ള വരവ് എന്ന് പറഞ്ഞാൽ നമ്മൾ തീർന്ന്. അതെ, എൻ്റെ മുന്നിൽ ഒറ്റ ഐഡിയ ഉള്ളൂ. നമുക്ക് വല്ല ബിസിനസ് ട്രിപ്പ് ഉണ്ടോ നാട് വിട്ടാലോ? ഇടി മരയോമ്പേ, നീ തന്നെ പറഞ്ഞ മുത്തശ്ശി എല്ലാം അറിഞ്ഞിട്ടുള്ള വരവാണ്. അപ്പം ഇനിയിപ്പോൾ നമ്മൾ എങ്ങോട്ട് നാടിട്ടിട്ടും കാര്യമില്ല. ഈ ഭൂമിയിലേന്നല്ല, ചൊവ്വയിലേക്ക് നാട് വിട്ടാൽ തന്നെ അങ്ങോട്ടേക്ക് റോക്കറ്റും പിടിച്ചിട്ട് ദൊറോത്തി വരും. നടക്കാൻ അറിയുന്നതല്ലേ. അപ്പൊ ഇനി എന്ത് ചെയ്യാനാണ് താൻ പറയുന്നത്? ഒന്നും ചെയ്യാനില്ല, ഒക്കെ വരുന്നോർത്ത് വെച്ച് കാണാം. എന്തായാലും ഒന്ന് സൂക്ഷിച്ചിരിക്കണം, നല്ലതാ. എടാ നിവി, പോത്തേ. അയ്യോ, ഇവിടെ ഉണ്ടായിരുന്നോ? എന്താ മുത്തശ്ശി? എവിടാ നിന്റെ എരുമക്കുട്ടികള്? ഞാൻ ഇവിടെ ഉണ്ട് മുത്തശ്ശി. നിന്നെ ഇരുമാണ്. അപ്പൊ തന്നെ പോത്തേന്ന് വിളിച്ചാൽ താൻ കേട്ടില്ലേ? എന്തോ അല്ല, എനിക്ക് അങ്ങോട്ട് കേൾക്കാൻ സാധിച്ചില്ല. ആ കേൾക്കൂല. എന്താ അവിടെ രണ്ടും കണ്ട് പേറ് കുറുക്കുന്നത്? ഒന്നല്ല മുത്തശ്ശി. അല്ല മുത്തശ്ശി തിരിച്ചു പോകുന്നത്? അല്ല, പെട്ടെന്നൊന്നും തിരിച്ചു പോവല്ലേന്ന് ഞങ്ങൾ പറയായിരുന്നു. ആ പേടിക്കണ്ട, ഞാൻ പെട്ടെന്നൊന്നും തിരിച്ചു പോകുന്നില്ല. ഇവിടെ ചിലതൊക്കെ ശരിയാക്കാണ്ട്, അത് ശരിയാക്കിയിട്ടേ ഞാൻ പോകുന്നുള്ളൂ. അയ്യോ മുത്തശ്ശി, അങ്ങനെ എന്തെങ്കിലും ശരിയാക്കാണ്ടേ മുത്തശ്ശി ഇപ്പോൾ അവിടെ നിങ്ങളുടെ വരേണ്ട വല്ല ആവശ്യമുണ്ടല്ലോ. ഇവിടുത്തെ ആരെ വേണമെങ്കിലും വിളിച്ചാൽ കിട്ടുമല്ലോ. ഞങ്ങൾ ആരെങ്കിലും വിളിച്ച് ശരിയാക്കായിരുന്നു. പക്ഷേ ഇത് ശരിയാക്കാൻ ഞാൻ തന്നെ വരണം. അല്ലടാ മോനെ നീ? ആ മുത്തശ്ശി, ഇത് ശരിയാക്കാൻ മുത്തശ്ശി തന്നെ വേണം. അല്ല വിശ്വാ, ഹരി, ഇവർക്ക് ഒരു ഹണിമൂണൊക്കെ പറഞ്ഞേക്കണ്ടേ? കല്യാണമൊക്കെ കഴിഞ്ഞിട്ട് അങ്ങനെ ഒരു ചടങ്ങും ഉണ്ടല്ലോ. അമ്മ ഞങ്ങൾ പറഞ്ഞതായിരുന്നു, പക്ഷെ അഞ്ചു നിവിയ പറഞ്ഞത് അവർക്ക് ഹണിമൂണൊന്നും വേണ്ടാന്ന്. എന്താ അങ്കി, നിവി, നിങ്ങളാണോ അങ്ങനെ പറഞ്ഞത്? അല്ല മുത്തശ്ശി, അതിന്റെ ആവശ്യമൊന്നും ഇല്ല. അല്ല ഇതിനിപ്പോ ഹണിമൂണൊക്കെ ഔട്ട് ഓഫ് ഫാഷനാ. അതെ മുത്തശ്ശി, അല്ലെങ്കിലും എനിക്കും അങ്കിക്കും എന്നും ഹണിമൂൺ തന്നെയാണല്ലോ, അല്ലേ ഡാർലിംഗ്? എന്താ അങ്കി, അവൻ പറഞ്ഞ ശരിയാണോ? ശരിയാണല്ലോ, ഞങ്ങൾക്ക് എന്നും ഹണിമൂണാ. പക്ഷേ നിങ്ങളെ കണ്ടിട്ട് മുത്തശ്ശിക്ക് അങ്ങനൊന്നല്ല തോന്നണത്, അല്ല മുത്തശ്ശി? ഓഹോ, ഈ ഏട്ടൻ്റെ ഒരു കാര്യം എന്തിനാ പങ്ക തോറന്ന് പറയാൻ നിൽക്കുന്നത്? ഇവിടെ ചോറ് കുത്തിക്കെട്ടിക്ക്, കുറച്ചും കൂടി ചോറ് എടുത്തിട്ട്. അല്ലെങ്കിൽ തന്നെ ഏട്ടൻ കുറെ ക്ഷീണിച്ചിരിക്കുന്നത്. ആ, ഈയിടെ ഞാൻ കുറച്ച് ക്ഷീണിക്കുന്നുണ്ട്, പ്രത്യേകിച്ച് കഴിഞ്ഞ 3 രാത്രികളിൽ. ഏട്ടാ അവിടെ മുണ്ടാവക്ക്, തിന്നുമ്പോൾ ഭക്ഷണം കഴിക്കാൻ പാടില്ല. ഭക്ഷണം കഴിക്കുമ്പോൾ തിന്നാൻ പാടില്ല. എന്നത് സംസാരിക്കാൻ പാടില്ല. ആ അതെ, സംസാരിക്കാൻ പാടില്ല അല്ലേ? ഞാനിപ്പോൾ സംസാരിക്കുന്നില്ലടാ. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങൾ തന്നെയല്ലേ ഇന്ന് രാത്രി മുത്തശ്ശി കയ്യോടെ പൊക്കിക്കൊണ്ടിരുന്നിനി. ആ മതി മതി, ഇനിയിപ്പോൾ നിവി പറഞ്ഞ പോലെ തന്നെ ഭക്ഷണം കഴിക്കുമ്പോൾ സംസാരം വേണ്ട. എന്തായാലും ഞാൻ എൻ്റെ അഭിപ്രായം അങ്ങോട്ട് പറഞ്ഞേക്കാം. ഞാൻ വന്നിട്ടല്ലേ ഉള്ളൂ, അതുകൊണ്ടൊരു ക്ഷീണമുണ്ട്. ഒരാഴ്ചയും കൂടി കഴിഞ്ഞാൽ നമ്മൾ ഫാമിലി ട്രിപ്പ് പോകുന്നു. ഇവർ 2 കൂട്ടർ ഹണിമൂണും പോകുന്നു. എന്താ, ഓക്കെ അല്ലേ? ആ ഓക്കെ ആണ് മുത്തശ്ശി. എടോ, താൻ എന്ത് കണ്ടോ ഹണിമൂണ് പോകാൻ റെഡിയാന്ന് പറഞ്ഞത്? തനിക്ക് വല്ല ദുരുദ്ദേശം ഉണ്ടെങ്കിലോ തൻ്റെ കയ്യിൽ വെച്ചാൽ മതി. അയ്യോ, ദുരുദ്ദേശം എടുക്കാൻ പറ്റിയൊരു സാധനം. അല്ലെങ്കിൽ നിന്റെ കൂടെ ഹണിമൂണ് പോകാൻ ആരാഗ്രഹിക്കുക? നിന്റെ കൂടെ ഹണിമൂണ് പോകുന്നതിനേക്കാൾ വല്ല കാലപുരിയിലേക്ക് പോണതാ. പിന്നെ ആ സമയത്ത് സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞതാ. ഓ പിന്നെ സിറ്റുവേഷൻ ഹാൻഡിൽ വേറെ എന്തൊക്കെ പറയാം. താൻ അത് മനഃപൂർവ്വമാണ്. താൻ ഉദ്ദേശമൊക്കെ എനിക്ക് മനസ്സിലായി. ആ മനസ്സിലായല്ലോ, എന്നാ എൻ്റെ ഉദ്ദേശം അത് തന്നെയാണ്. ഓ മുത്തശ്ശി പോവല്ലോ മുത്തശ്ശി, ഒരു 5 മിനിറ്റ് കൂടി ഇരുന്ന് സംസാരിച്ചിട്ട് പോവാം. നികി, നിനക്ക് എന്താ ഇത്ര നേരം നമ്മൾ സംസാരിക്കുന്നില്ലായിരുന്നോ? ഇനിയിപ്പോൾ എന്താ ഇതിന് മാത്രം സംസാരിക്കാനുള്ളത്? ഇനി എന്തെങ്കിലും ഉണ്ടെങ്കിൽ നാളെ രാവിലെ ആക്കാം. നിങ്ങൾക്ക് കിടക്കൊന്നും വേണ്ടേ? മുത്തശ്ശി ഒരു 5 മിനിറ്റ് ഇരുന്നാൽ മതി. 5 മിനിറ്റ് ഇരുന്ന മുത്തശ്ശിക്ക് ഒക്കെ മനസ്സിലാവും. തുടങ്ങേണ്ട ടൈമായിരുന്നു തുടങ്ങാത്തത്. നിക്ക് കാത്തു നിൽക്കുന്നത് അങ്കിന്റെ നിവിന്റെ ഫൈറ്റിന് വേണ്ടിയിട്ടായിരുന്നു. അവരുറപ്പായിരുന്നു. ദൊറോത്തിന്നല്ല, ആര് വന്നിട്ടും കാര്യമില്ല, അവർ തന്നെയാണ്. അതുകൊണ്ട് നൈറ്റുള്ള ഫൈറ്റ് അത് ഉറപ്പായിട്ട് നടക്കുന്നുള്ളത്. അവന്റെ പ്രതീക്ഷ തെറ്റിയില്ല. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ തുടങ്ങി 2ന്റെ യുദ്ധം. അതാണെങ്കിൽ നികിന്റെ റൂമിലൊക്കെ നന്നായിട്ട് കേൾക്കുന്നുണ്ടായിരുന്നു. എന്താ അവിടെ ഒരു ശബ്ദം? ഇതോടെ ഈ ശബ്ദം നിൽക്കുന്നത്? ഓ അത് മുത്തശ്ശി അങ്കിന്റെ നിവിന്റെ റൂമെന്നാ. കല്യാണം കഴിഞ്ഞ സമയം തൊട്ട് അങ്ങനെ. അത് ഒതേനും ചന്തും തമ്മിലുള്ള യുദ്ധമാണ് വടക്ക വീരകാലത്തിൽ. അല്ല, അവരിന്ന് സിനിമ കാണാം. സിനിമ കാണേ? എന്ത് സിനിമ? ഈ നേരത്താണ് സിനിമ കാണല്? ആഹാ, എന്നാൽ അങ്ങോട്ട് ശരിയാവില്ലല്ലോ.
ഇതും പറഞ്ഞുകൊണ്ട് ദോത്തി അവരുടെ റൂമിലേക്കായിട്ട് നടന്നു. അങ്കിന്റെ നിവിന്റെ നിർഭാഗ്യവശാലും നികിന്റെ ഭാഗ്യവശാലും അവരുടെ ഡോർ അടച്ചിട്ടില്ലായിരുന്നു. ഡോറോത്തി നികി നോക്കുമ്പോൾ അവിടെ കാണുന്നത് പൊരിഞ്ഞ പില്ലോ ഫൈറ്റ് ആയിരുന്നു. അതിനിടക്കാണ് അവിടെ നിന്ന് ഒരു പില്ലോ പറന്നു വന്ന് പതിച്ചതാണെങ്കിൽ ഡൊറോത്തിന്റെ മുഖത്തുമായിരുന്നു. ഹല്ലേലൂയ, സ്തോത്രം. ഞാനല്ല, ഇയാളാണ്. അയ്യോ ഞാനല്ല, ഇവളാണ്. മതി, രണ്ടും നിർത്തിക്കോ. എന്നിട്ട് രണ്ടും എന്നെ കൂടെ അങ്ങോട്ടൊക്കെ വാ. പിന്നെ നികി, എന്താ മുത്തശ്ശി? ഇവിടെ കാണുന്ന വലിയ സോഫ അതെടുത്ത് പുറത്തേക്ക് ഇട്ടോ. പിന്നെ ഹാളിലുള്ള 2 സിംഗിൾ സോഫ അതെടുത്ത് അകത്തേക്ക് ഇട്ടോ. ഇവർക്ക് 2 പേർക്ക് ഇരിക്കാതെ മതി. പിന്നെ ഒരു ബ്ലാങ്കറ്റും 2 പില്ലോ, അല്ലാതെ എക്സ്ട്രാ വേണം ഒരു പില്ലോ ഇവിടെ ആവശ്യമില്ല. അയ്യോ മുത്തശ്ശി, എനിക്ക് ഹഗ് ചെയ്ത് കിടക്കാൻ പില്ലോ വേണം. പില്ലോയോ? കല്യാണം കഴിഞ്ഞിട്ട് നീ ഇപ്പോഴും പില്ലോ ഹഗ് ചെയ്താണ് കിടക്കണേ? അതെന്താ, നിനക്ക് ഹഗ് ചേർക്കാൻ നിന്റെ ഭാര്യ ഇല്ലേ? എന്താങ്കി ഇല്ലേ? ഞാനുണ്ടാവും, പിന്നെ എന്തിനാടോ തനിക്ക് വേറെ പില്ലോ? ഡൊറോത്തി പിന്നെ ഒന്നും നോക്കിയില്ല. രണ്ടിനെയും ചെവി തൂക്കി പിടിച്ചുകൊണ്ട് അവിടെ നിന്നും കൊണ്ടുപോയി. തൻ്റെ റൂമിൽ നിന്ന് ഏത്തടിപ്പിക്കലായിരുന്നു പരിപാടി. അയ്യോ മുത്തശ്ശി, മതി മുത്തശ്ശി, ഇനി ഞങ്ങൾ സത്യമായിട്ട് വഴക്കുണ്ടാക്കൂല. ഇനി വഴക്കുണ്ടാക്കാൻ നിനക്കൊക്കെ കൊള്ളാം. ഇനി നിന്റെ ഒക്കെ റൂമിൽ നല്ല ശബ്ദവും കേട്ടാ അറിയാതെ തന്നെ കാന്താരിമൂടെ കളിച്ച് ഞാൻ കണ്ണത്തേക്കും. അയ്യോ, ഇനി ഒരു ശബ്ദം കേൾക്കൂല. എന്നാലും ഡൊറോത്തിന്റെ ചെവിട്ട് പിടിച്ച് തിരിച്ചാൽ ചൊക്കത്ത് പാറായിരിക്കണം. ഓ പിന്നെ എൻ്റെ ചെവി പിന്നെ നല്ല അടിപൊളിയായിട്ടാണ് നിൽക്കുന്നത്. ചെവി ഉണ്ടോയെന്ന് എനിക്കിപ്പോൾ സംശയമാണ്. കഴിഞ്ഞു ഇന്നത്തേത്. നല്ലോണം കിട്ടിയെന്ന് തോന്നുന്നു. ഇനി ഇതുപോലത്തെ കിട്ടാൻ ഞാൻ പ്രാർത്ഥിക്കും. പോടോ, ഞങ്ങൾക്കിട്ട് പണിയും തന്നിട്ടോ അയാളുടെ വക. പണി? ഇതൊക്കെ ഒരു പണിയാണോടാ? നീയൊക്കെ എനിക്ക് തന്നു വെച്ച് നോക്കണം, ഇതൊന്നൊരു പണിയേ അല്ല. നിനക്കൊക്കെ ഉള്ള ശരിക്കുള്ള പണി അത് ഞാൻ വഴിയെ തരുന്നുണ്ട്. ഇപ്പം അതിന് നേരമില്ല, പോട്ടെ. മുത്തശ്ശി വന്നതുകൊണ്ട് ഇനി എന്തായാലും കുരുപ്പുള്ള ശല്യം ഉണ്ടാവില്ല. ഇന്ന് ഞാനൊരു പൊളി പൊളിക്കും. തങ്കഭസ്മക്കുറിയിട്ട തമ്പുരാട്ടി നിന്നെ തിങ്കളാഴ്ച നോയമ്പിന്ന് മുടക്കും ഞാൻ. ഞാനൊരു കലക്കൊന്നെ കുറവേട്ടാ. കൊച്ചു കള്ളി കാത്തിരിക്കായിരുന്നല്ലേ. നികേട്ടൻ വന്നോ? ഞാൻ നികേട്ടനെ വെയിറ്റ് ചെയ്യായിരുന്നു. അതൊക്കെ എനിക്കറിയാലോ. അല്ല, നികേട്ട 3 ദിവസം വെയിറ്റ് ചെയ്തല്ലോ. അതൊന്നും കുഴപ്പമില്ല, 3 ദിവസമല്ലേ ഉള്ളൂ. അല്ല, 3 ദിവസം വെയിറ്റ് ചെയ്യാമെങ്കിൽ 7 ദിവസം കൂടി വെയിറ്റ് ചെയ്യാലോ അല്ലേ? 7? എന്താണോ എങ്ങോട്ടോടെ തള്ളിക്കറി വരുന്നത്? എങ്ങോട്ടാന്നോ? നീയല്ലേ പറഞ്ഞത് എന്റെ പില്ലോ നീ ആയിക്കോളാം. ഞാനത് പറയാൻ കാത്തു നിൽക്കാനല്ലോ, ഒട്ടിക്കൊണ്ട് ഇവിടെ വരാൻ. അവിടെ നീ കിടക്ക്. നീ കിടക്കാനോ? നീ അങ്ങനെ പറഞ്ഞോണ്ടാണ് മുത്തശ്ശി ഇവിടുത്തെ പില്ലോ ഒക്കെ ഇട്ട് പോയത്. എനിക്ക് പില്ലോ ഹഗ് ചെയ്ത് കിടക്കാൻ ഉറങ്ങാൻ കഴിയില്ല. താനും ഉറങ്ങണ്ട, അല്ലെ ഇപ്പൊ താനും ഉറങ്ങണമെന്ന് ആർക്കത്ര നിർബന്ധം? ഞാൻ ഉറങ്ങിട്ടില്ലേ, നീയും ഉറങ്ങണം. എന്താ അവിടെ 2 പേരെ കിടന്നിട്ടില്ലേ? ഞാൻ ആ കാന്താരി മുളകിട്ട് വരണോ? അയ്യോ അയ്യോ വേണ്ട മുത്തശ്ശി, ഞങ്ങൾ കിടന്ന് ഉറങ്ങാൻ പോണ്. എന്റെ പില്ലോ അങ്ങോട്ട് ഹഗ് ചെയ്ത് കിടന്നു. എന്തൊക്കെ ശീലങ്ങളാക്ക്. അനു, വയറുവേദന എങ്ങനെയുണ്ട്? കുറവുണ്ടേട്ടാ. എന്നാല് നീ ഇത് തരണ്ട, നീ ലീവ് എടുത്തോ. അത് വേണ്ട നീ കേട്ടാ, ഒരുപാട് നഴ്സുമാരൊന്നും ലീവാ. അപ്പൊ ഞാനും കൂടി ലീവായി ശരിയാവൂല. ഈ മഞ്ചി കുറെ നേരമായല്ലോ കണ്ണാടിന്റെ മുന്നിൽ കിടന്ന് ഡിസ്കോ കളിക്കുന്നത്. എടി മാടി, എനിക്ക് റെഡി ആവണം. ഞാൻ റെഡി ആവുന്ന കണ്ടില്ലേ? ഞാൻ റെഡി ആയിട്ട് താൻ റെഡി ആയാൽ മതി. നീ കുറെ നേരം റെഡി ആവണം, മാറി അങ്ങോട്ട്. ഇനി ഞാൻ റെഡി ആയിട്ട് നീ റെഡി ആയാൽ മതി. താൻ പറയുമ്പോൾ ഞാനിവിടെ മാറി നിൽക്കല്ലേ. എന്റെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഞാൻ ഇവിടുന്ന് മാറുള്ളൂ. അതുവരെ താൻ ഇവിടെ വെയിറ്റ് ചെയ്ത് നിൽക്ക്, അല്ലെങ്കിൽ വേറെ റൂം പോടോ. അമ്പടി, ഇത് എന്റെ റൂമാ. എന്റെ റൂമിൽ വന്ന് എന്റെ മിറർ കൈയടയ്ക്കും പോലെ എന്നോട് ആജ്ഞാപിക്കുന്നോ? അതെ, ആജ്ഞാപിക്കുന്നു. ഇറങ്ങി പോടോ. ഒരു ദിവസത്തിൽ എങ്ങനെ വ്യത്യസ്ത തരത്തിൽ വഴക്കുണ്ടാക്കുക എന്നതിന്റെ റിസർച്ചിലായിരുന്നു അങ്കിയും നിവിയും. അവരുടെ റിസർച്ച് കേട്ടുകൊണ്ടായിരുന്നു ഡൊറോത്തി അങ്ങോട്ട് എത്തിയത്. എന്താ അവിടെ? കുറെ നേരം 2 ശബ്ദം കേൾക്കാൻ തുടങ്ങിയത്. നിങ്ങൾ തമ്മിൽ വഴക്ക് വരെ കഴിഞ്ഞില്ലേ? അതിന് മുത്തശ്ശി ഞാനല്ല, ഇവളാണ്. എത്ര നേരം വരാൻ മിററിന്റെ മുന്നിൽ നിൽക്കുന്നത്? എനിക്ക് റെഡി ആവണ്ടേ? എനിക്ക് ഓഫീസിൽ പോകണ്ടേ? അപ്പൊ ഞാൻ പിന്നെ ഓഫീസിലേക്കല്ലേ പോണത്? മുത്തശ്ശി ഒരു 5 മിനിറ്റ് കൂടി വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞത് അതായത് കേൾക്കാൻ വയ്യ അല്ലേ? എന്നാലേ ഇനി മക്കൾ തമ്മിൽ വഴക്കുണ്ടാക്കണ്ട. വാ, രണ്ടാളും ഞാൻ റെഡിയാക്കി തരാം. അല്ല, അത് വേണ്ട മുത്തശ്ശി.
അത് വേണം മക്കളെ, വാ രണ്ടും കൊണ്ട് വാ. ഓ മരിച്ച്. ഇതെന്താണ് നിന്റെ തലന്റെ മേലെ പഞ്ഞിമിഠായിക്ക് കടന്നൽ കൂടിയുള്ള കുട്ടിയാണോ? ആ വിളിക്കല്ലേ, അപ്പൊ തന്റെ തലന്റെ നേരം എന്താടോ മഴവിജിന് പോപ്പീസിലായ കുട്ടിയാണോ? മുത്തശ്ശി ഞങ്ങൾ ഇങ്ങനെ ഓഫീസിൽ പോകേണ്ടത്, മുത്തശ്ശി എന്താ മുത്തശ്ശിന്റെ ഫാൻസി ഡ്രസ്സോ? മുത്തശ്ശി ഞാൻ ആ ഓഫീസിലെ CEO ആണ്, ഞാൻ ഇങ്ങനെയാണോ ഓഫീസിലേക്ക് പോകേണ്ടത്? ആ എന്താ വഴക്കിടാതെ രണ്ടിന് പോകാനറിയില്ലല്ലോ, അപ്പം അങ്ങനെ പോയാൽ മതി. മുത്തശ്ശി പ്ലീസ്, മുത്തശ്ശി പ്ലീസ്, ഞങ്ങൾ സത്യമായിട്ട് വഴക്കുണ്ടാക്കുന്ന മുത്തശ്ശി പ്ലീസ്, ഈ കോലത്തെ ഓഫീസിലേക്ക് പറഞ്ഞേക്കല്ലേ. ആ എന്നൊരു കാര്യം ചെയ്യാം, ഞാൻ നിങ്ങൾക്ക് വേറൊരു ഡ്രസ്സ് തരാം, അത് സെലക്ട് ചെയ്തോളൂ, എന്നാൽ അതിട്ടിട്ട് പോയിക്കോളൂ. എന്നാ മുത്തശ്ശി വേറെ ഡ്രസ്സ് മതി, എന്തായാലും ഇതിനേക്കാളും ബെറ്റർ ആയിരിക്കും. ആഹാ ഇപ്പം നല്ല സുന്ദരനും സുന്ദരിയായിരിക്കണം, മുടുക്കനായിപ്പോ. മുത്തശ്ശി ഇതെന്താ പൂമ്പാറ്റേ? ഇതിനേക്കാളും വേറെ മറ്റേതായിരുന്നു. അയ്യോ ഇതിന്റെ കണ്ണവിടെ. പാവുണ്ടാവും, മുത്തശ്ശി പണി തുടങ്ങിയെന്ന് തോന്നുന്നു. ആ രണ്ടെണ്ണത്തിന് അത് കിട്ടുക തന്നെ വേണം. ഒന്നില്ലെങ്കിലും എൻ്റെ എത്ര രാത്രികളാണോ അവരില്ലാണ്ടാക്കിയത്, ആ പരാണ്ടിൽ ഇത് കിട്ടിയാൽ പോരാ. അമ്മ അവരെങ്ങനെയാണ് ഓഫീസിലേക്ക് പറഞ്ഞേക്കുന്നത്? ഈ കോളേജിലാണ് ഓഫീസിലേക്ക് പോകേണ്ടത്. എനിക്ക് അവരെങ്ങനെ ഓഫീസിലേക്ക് പറഞ്ഞേക്കണം ഒരാഗ്രഹമില്ല മോനെ വിശ്വ, പക്ഷെ അവർക്കല്ലേ തല്ലുണ്ടാക്കാതെ പോകാൻ പറ്റാത്തത്. അപ്പം അങ്ങനെ പോയാൽ മതി, ഒരു തവണ അങ്ങനെ പോകുമ്പോഴേ മര്യാദയ്ക്ക് അവരെ വഴക്കടിക്കുന്നത് നിന്നോളും. മുത്തശ്ശി സത്യമായിട്ടും ഞങ്ങൾ വഴക്കടിക്കരുത്, സത്യമായിട്ടും. ആണല്ലോ, ഉറപ്പാണല്ലോ. എന്നാൽ രണ്ടും മര്യാദയ്ക്ക് സ്നേഹത്തോടെ കേട്ടല്ലോ, സ്നേഹത്തോടെ പോയിട്ട് ആ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ട് ഓഫീസിലേക്ക് പോയിക്കോ. അങ്കി നിവിൻ്റെ ടൈ ഒന്ന് റെഡി ആയി കൊടുക്ക്. അല്ല നിനക്ക് റെഡി ആയി കൊടുക്കാൻ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഞാൻ മറ്റേ ഡ്രസ്സൊന്ന് നിങ്ങൾക്ക് തരാം. അയ്യോ എന്ത് ബുദ്ധിമുട്ടാ മുത്തശ്ശി, ഇങ്ങോട്ട് വാടി മരഭൂതമേ. എടി അടിമക്കണ്ണേ, നോക്കി നിൽക്കാതെ മര്യാദയ്ക്ക് ചെയ്യടി. അധികം കളിച്ചിട്ടുണ്ടോ, ഞാൻ ഈ ടൈർ ഇട്ട് കുരുക്കല, അതുകൊണ്ട് താൻ ശ്വാസം മുട്ടി രാവിലായിരിക്കും. ഇല്ലെങ്കിൽ എനിക്ക് അറിയാം ഞാൻ ശ്വാസം മുടിച്ച് കൊല്ലുന്നുള്ളത്. അയ്യോ ശ്വാസം മുട്ടിക്കുന്നത് ആരാന്നൊക്കെ എനിക്കറിയാം. പെട്ടെന്ന് അത് അങ്കി പറഞ്ഞു കേട്ടതും ഇരുവരുടെയും പഴയ കാലം രണ്ടുപേരുടെയും ഓർമ്മയിലേക്ക് വന്നു. ഞാൻ കരണ്ടോ? അവരിരുവരും ഓഫീസിലെത്തിയിട്ടും നിവിയുടെ ചിന്തകളെല്ലാം അവരുടെ പഴയ ഓർമ്മകൾ തന്നെ കുരുങ്ങി നിൽക്കുകയായിരുന്നു. എന്തോ അവൻ ഒന്നിലേക്കും ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ പറ്റുന്നില്ലായിരുന്നു. നിവിയുടെ ചിന്തകൾ കുറച്ചു വർഷം പിറകിലോട്ട് പോയി. ഒരു വേനലവധിക്ക് തൻ്റെ മുത്തശ്ശിൻ്റെയും കൂടെ തറവാട്ടിൽ ഒത്തുകൂടിയതായിരുന്നു അവരെല്ലാവരും. എടാ കണ്ണ ഇത് വേണോ, അത് സീനാവൂലേ? എന്ത് സീന് എടാ, നീ സിനിമയിലെ കാണില്ലേ? ഞാൻ കണ്ടൊരു ഒട്ടുമിക്ക സിനിമകളിലും അങ്ങനെ പറഞ്ഞാൽ പിന്നെ നായകർക്ക് ഒരിക്കലും നോ പറയാൻ കഴിയില്ല. തൻ്റെ കളിക്കൂട്ടുകാരനായ കണ്ണൻ്റെ അടാർ ഐഡിയയും കേട്ടുകൊണ്ടായിരുന്നു നിവി പോയിരുന്നത്. എന്നാൽ അങ്കിയുടെ അടുത്തെത്തിയപ്പോൾ വെപ്രാളത്തിൽ അവൻ പ്രപ്പോസ് ചെയ്യാൻ മാത്രം മറന്നുപോയി. എന്നെ ഇഷ്ടമായി വിചാരിച്ചിട്ട് എന്നെ ശ്വാസം പിടിച്ച് കൊല്ലാൻ നോക്കല്ലേ? അയ്യോ ഇതല്ല, ഒന്നും പറയണ്ട, എന്റെ അമ്മ വരട്ടെ, ഞാൻ പറഞ്ഞു നിൽക്കുന്നുണ്ട്. അയ്യോ അമ്മയോടൊന്നും പറയില്ലേ. അമ്മ വരട്ടെ, ഞാൻ പറഞ്ഞു നിൽക്കുന്നുണ്ടാ. എന്നെ ശ്വാസം പിടിച്ച് കൊല്ലാൻ നോക്കുന്നത് എന്റെ കൈയും കാലും തല്ലൊടിക്കണം. തന്റെ അമ്മനെ കണ്ട് അമ്മയുടെ അടുത്തേക്ക് ഓടാൻ നിന്ന് അങ്കിയെ നിവി പിടിച്ചു വെച്ചിട്ടുണ്ടായിരുന്നു. വിടി ഞാൻ എന്റെ അമ്മയോട് പറഞ്ഞു നിൽക്കുന്നത്, ഞാൻ ശ്വാസം പിടിച്ച് കൊല്ലാൻ നോക്കിയത്. അമ്മനോട് എങ്ങാനും പറഞ്ഞാൽ തന്നെ ഞാൻ വീണ്ടും ശ്വാസം മുട്ടിക്കും. വേണോ? വേണോന്ന് വേണ്ടാന്ന് പറഞ്ഞില്ലേ? എന്താ പയർ കിട്ടും. ഇതെങ്ങനെ നീ ആരോടെങ്കിൽ പറഞ്ഞ ഇതുപോലെ ഞാൻ വീണ്ടും ചെയ്യും. പാവം അങ്കി നല്ലോണം പേടിച്ചതുകൊണ്ടാണ് പിന്നെ അവൾ അത് ആരോട് പറഞ്ഞിട്ടില്ലായിരുന്നു. പക്ഷെ തന്നെ ശ്വാസം മുട്ടിച്ച് കൊല്ലാൻ നോക്കിയതാന്ന് വിചാരിച്ചിട്ട് നിവിയോട് അവൾക്ക് ഭയങ്കര ദേഷ്യമായിരുന്നു. എങ്ങനെയുണ്ട്? കുഴപ്പമില്ല നീ കേട്ടാ. നിന്നോട് ഞാൻ പറഞ്ഞതല്ലായിരുന്നു ഒന്ന് വരണ്ടെന്നുള്ളത്, നിനക്ക് വാശിയായിരുന്നു. വാശിയായിട്ടല്ല, ഞാൻ പറഞ്ഞില്ലെന്ന് ഒരുപാട് നഴ്സുമാർ ലീവാണ്, അതുകൊണ്ടാണ്. നീ എന്തായാലും വാ, എൻ്റെ ക്യാബിനിലേക്ക് വന്നിട്ട് കിടക്കാം. എന്താ പറ്റിയെങ്കിൽ ഒരു മൂഡ് ഓഫ്? ഒന്നും പറയണ്ടടാ, ആ ദൊറോത്തിനെ കൊണ്ട് ഞാൻ പെട്ടിരിക്കുകയാണ്. ദൊറോത്തിനെ എങ്ങനെയെങ്കിലും നാട് കടത്തിയേ പറ്റൂ.
ഇന്നലെ തന്നെ ഹണിമൂൺ എന്നൊക്കെ പറഞ്ഞ് വന്നിക്കുന്നു. ഓ അതാണ് പ്രശ്നം. ഏയ് അതൊന്നും പ്രശ്നമില്ല, അത് ഞാൻ പിന്നെ അമ്മനെ കൊണ്ട് പറഞ്ഞ് മുടക്കിച്ച്. പക്ഷെ എന്നാലും ദൊറോത്തി അവിടെ ഉണ്ടെങ്കിലേ എനിക്ക് മനസ്സമാധാനം കിട്ടൂല, ഒരു കളി നടക്കൂല. ഓ എൻ്റെ അങ്കി, നീ എന്തിനാണ് അങ്ങനെ മൂഡ് ഓഫ് ആയി നിൽക്കുന്നത്? നമുക്കപ്പോൾ എന്താ വേണ്ടി? മുത്തശ്ശിനെ നാട് കടത്തണം, അത്രേ ഉള്ളൂ. അത് നമ്മൾ വഴി ഉണ്ടാക്കാം. അയ്യോ നിങ്ങൾ ഇനി വഴി ഉണ്ടാക്കട്ടെ. നിങ്ങൾ ഒരു വഴി വിശ്വസിച്ചിട്ട് ഞാൻ ഇപ്പോൾ പെരുവഴിയായത്. അങ്കി അതുപോലല്ല ഇത്. അത് പിന്നെ ഒരു കല്യാണമൊക്കെ മുടക്കണം പറഞ്ഞാൽ അതൊരു പാപമല്ല അങ്കി, അങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ? അതോടെ ഞങ്ങളെ നോക്കാത്തത്. പക്ഷെ ഇതങ്ങനെയല്ല. ഇത് നീ പേടിക്കുകയേ വേണ്ട. ഈ വരുന്ന ഞായറാഴ്ച ഞങ്ങൾ നിൻ്റെ വീട്ടിൽ വന്നിരിക്കും. എന്നിട്ട് നിൻ്റെ മുത്തശ്ശിനെ വളച്ചൊടിച്ച് കുപ്പിയിലാക്കി ഞങ്ങളുടെ കയ്യിലിട്ട് അമ്മാനെ മാറ്റി നാട് കടത്തിയിരിക്കും. ആഹാ എന്താ ഡയലോഗ്! പക്ഷെ അവർ പറഞ്ഞ പോലെ തന്നെ ചെയ്തു. ഞായറാഴ്ച അങ്കിൻ്റെ വീട്ടിലെത്തുകയും ചെയ്തു, വളച്ചൊടിച്ച് കുപ്പിയിലാക്കി കയ്യിലിട്ട് അമ്മാനമാടുകയും ചെയ്തു. പക്ഷെ ചെറിയൊരു തിരുത്തുണ്ട്, ദൊറോത്തി അവരെയാണെന്ന് മാത്രം. ദൊറോത്തിനെ നാട് കടത്തും പറഞ്ഞ ടീംസാണ് ഇപ്പോൾ ദൊറോത്തിൻ്റെ കൂടെ തന്നെ നിന്ന് ട്രൂത്ത് ഓർ ഡെയർ കളിക്കുന്നത്. അല്ലെങ്കിൽ അവർ പണ്ടേ അങ്ങനെ പറഞ്ഞതിൻ്റെ ഓപ്പോസിറ്റ് ചെയ്യാറുള്ളൂ. അതെ, നീയൊക്കെ എന്ത് പറഞ്ഞിട്ട് അങ്ങോട്ട് വന്നത്? എൻ്റെ അങ്കി, ഇതുപോലത്തെ തങ്കം കൂടെ മുതൽ മുത്തശ്ശനാണ് നീ നാട് കടത്താൻ പറഞ്ഞു. ഷോ, ആ മുഖത്തേക്ക് നോക്കിക്കേ, എന്തൊരു ചൈതന്യം! ഒരു പാവം മുത്തശ്ശി അല്ലെങ്കിൽ അല്ലെങ്കിൽ തന്നെ മുത്തശ്ശനൊക്കെ നാട് കടത്താന്ന് പറഞ്ഞാൽ അതൊക്കെ പാപല്ലെങ്കിൽ. ഓ ഇവറ്റകളൊക്കെ വിശ്വസിച്ച് എന്നത്തല്ലാണ് ആളിനെ കേട്ടോ. സത്യം പറ, നിങ്ങളെൻ്റെ ശത്രുക്കളോ അല്ലെങ്കിൽ മിത്രങ്ങളോ? എനിക്കിപ്പോൾ നല്ല ഡൗട്ടുണ്ട്, നിങ്ങൾ അയാളെ കൈവന്ന് കൊട്ടാശം വാങ്ങിച്ചിട്ട് എനിക്ക് പണി തരാൻ നോക്കണമെന്ന്. മുത്തശ്ശൻ്റെ ലവ് മാരേജ് ആയിരുന്നു. ലവ് മാരേജോ? അതൊക്കെ ഇന്നത്തെ കാലത്തുള്ള പിള്ളേരെ. ഞങ്ങളുടെ കാലത്തൊക്കെ അത് ഉണ്ടായിരുന്നു. ഇത്ര പ്രണയിക്കാൻ പറ്റും, ഒരുത്താൻ നോക്കി സംസാരിക്കാൻ ഞങ്ങൾക്ക് പേടിയായിരുന്നു. ഞങ്ങളുടെ കാലത്തൊക്കെ ഞങ്ങൾ ചെക്കന്മാരെ കാണും ചിലപ്പോൾ കല്യാണത്തിന് അന്നായിരുന്നു. ഞാനും എൻ്റെ കൃഷ്ണേട്ടനെ കണ്ടത് അങ്ങനെ തന്നെ ആയിരുന്നു. പക്ഷെ കല്യാണം കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ പ്രണയിക്കാൻ തുടങ്ങി. പിന്നെ എൻ്റെ പ്രാണനും പ്രണയവും ജീവിതവും ഒക്കെ കൃഷ്ണേട്ടനായിരുന്നു. മുത്തശ്ശിക്ക് മുത്തശ്ശനെ ഒരുപാട് ഇഷ്ടമല്ലേ? ആണോന്നോ? മക്കളെ നിങ്ങൾക്ക് അറിയാഞ്ഞിട്ടോ, എൻ്റെ ഹൃദയം ഇടിക്കുന്നത് പോലും കൃഷ്ണേട്ടൻ എന്ന് പറഞ്ഞിട്ടോ. മുത്തശ്ശി, അപ്പോൾ മുത്തശ്ശൻ ആളെങ്ങനെ, അടിപൊളിയാണോ? ഇതെന്ത് ചോദ്യാ മക്കളെ, അടിപൊളിയാണോന്നോ? എൻ്റെ കൃഷ്ണേട്ടനെ നിങ്ങൾ കാണണം, പൂർണ്ണ ചന്ദ്രനെ മാതിരിയാണ്. അത്രയും തേജസ്സും ഓജസ്സും പിന്നെ ചൈതന്യമൊക്കെയാണ് ആ മുഖത്തിനുള്ളത്. ആ മുഖം കണ്ടാണല്ലോ ആരെല്ലാം നോക്കി നിന്ന് പോകും. അങ്ങനത്തെ ഭംഗിയാണ് എൻ്റെ കൃഷ്ണേട്ടന്. നിങ്ങൾക്കറിയോ, ഞാനും എൻ്റെ കൃഷ്ണേട്ടൻ എന്ന് പറഞ്ഞല്ലോ അഞ്ചും നിവിയും മാതിരിയാണ്. അങ്ങനെ ഒരു വഴിയില്ലല്ലോ. എടാ, അനൂനിക്കുന്നവർക്കും പറഞ്ഞ് പ്രായമായില്ലേ, തെറ്റിപ്പോയതായിരിക്കും. നമുക്ക് തന്നെ എടുക്കാൻ അവരുടെ പേര് തെറ്റാറില്ലേ? അതാ ഞാനും നോക്കുന്നത്. അല്ല മുത്തശ്ശി, എന്നിട്ട് മുത്തശ്ശൻ എവിടെ? മുത്തശ്ശൻ പോയി മക്കളെ. ചോദിക്കണ്ടായിരിക്കും, മുത്തശ്ശിക്ക് വിഷമായെന്നാ തോന്നുന്നത്. അങ്കി, എടാ നിന്റെ മുത്തശ്ശൻ എങ്ങനെ പോയെ? അത് മുത്തശ്ശി ചിലവൊക്കെ അടിച്ചിട്ട്. എങ്ങനെ? മുത്തശ്ശി ചിലവൊക്കെ അടിച്ചിട്ട്? അല്ല അങ്കി, ഞങ്ങൾ കേട്ട തെറ്റതോ ഇനി പറഞ്ഞ തെറ്റതോ? ഏയ് ഞാൻ പറഞ്ഞ തെറ്റതല്ല, മുത്തശ്ശി ചിലവുകൊണ്ട് തലക്കെട്ടൊന്ന് കൊടുത്തതാ. പാവം എൻ്റെ മുത്തശ്ശൻ. അത് പിന്നെ മക്കളെ, എനിക്ക് കുടുംബശ്രീക്കുണ്ടല്ലോ കസേര മത്സരത്തിന് ഫസ്റ്റ് കിട്ടിയ ഡിന്നർ സെറ്റാ. അത് കൃഷ്ണേട്ടൻ അങ്ങോട്ട് പൊട്ടിച്ചാഞ്ഞ്. അല്ലെങ്കിൽ അങ്ങനെ തന്നെ ഇരുമ്പ് തുരുമ്പാക്കുന്ന സാധനമാണത്. അപ്പോഴത്തെ ദേഷ്യത്തിനപ്പം ഞാൻ ചിലവുകൊണ്ട് തലക്കൊന്ന് കൊടുത്ത്. എടാ അമ്മച്ചിക്ക് പ്രാന്താടാ. എടാ ഇപ്പം എനിക്കൊരു കാര്യം ഉറപ്പായടാ, നമ്മൾ നേരത്തെ കേട്ടത് തെറ്റിയതൊന്നുമല്ല. ഇവരങ്കിയും നിവി മാതിരി തന്നെ. അല്ല അങ്കി, നിന്റെ മുത്തശ്ശൻ മരിച്ചിട്ട് എത്രയായി? മരിക്കേ? ആര് മരിച്ചു? അപ്പം നീയല്ലേ പറഞ്ഞ മുത്തശ്ശൻ പോയിട്ട്? എരി മുത്തശ്ശൻ പോയിന്ന് ഉദ്ദേശിച്ചത് മുത്തശ്ശൻ പണങ്ങി പോയതാണ്. അതടക്കിടക്ക് ഉണ്ടാവുന്നതാ. മുത്തശ്ശൻ്റെ എന്തെങ്കിലും ഫേവറേറ്റ് സാധനം മുത്തശ്ശൻ എറിഞ്ഞ് പൊട്ടിക്കുക, അല്ലെങ്കിൽ കയ്യിൽ നിന്ന് വീണ് പൊട്ടി ചെയ്യും. അപ്പോൾ മുത്തശ്ശനോട് രണ്ടെണ്ണോട്ട് കിട്ടും, അങ്ങനെ പണങ്ങിപ്പോവും. ഇനി 2-3 ദിവസം അങ്ങനെ തിരിച്ചു വരും. അല്ല മുത്തശ്ശി, പക്ഷെ മുത്തശ്ശൻ വരേണ്ടതായല്ലോ. അല്ല ഇത്ര ദിവസം അങ്ങനെ പണങ്ങി പോവാറില്ലല്ലോ. അപ്പം നീ അത് അറിഞ്ഞിട്ടില്ല? ഞാൻ വിചാരിച്ചു നീ അറിഞ്ഞു കാണുമെന്ന്. അത് അച്ഛൻ നിന്ന ഹോട്ടലിലെ എന്തോ എത്രയോ പഴക്കം ചേർന്നൊരു പുരാവസ്തു അങ്ങനെ ഉണ്ടായിരുന്നു. അച്ഛൻ അതിമ തൊട്ട് കളിച്ച് അത് പൊട്ടിച്ച് തവിട് പൊടിയാക്കി. അതുകൊണ്ട് ഇപ്പോൾ അവിടെ പിടിച്ചു വെച്ചിരിക്കുക, പൈസ കൊടുക്കാതെ തിരിച്ചു വിടൂല എന്ന് പറഞ്ഞിട്ട്. അത് പിന്നെ മക്കളെ, എൻ്റെ കൃഷ്ണേട്ടന് മാടപ്രാവിൻ്റെ മനസ്സാണെങ്കിലും ഹൾക്കിൻ്റെ ശക്തിയാണ്, കൗതുക ലേശം കൂടുതലാണ്. അതുകൊണ്ട് എല്ലാ സാധനവും തൊട്ട് നോക്കും, തൊട്ടാൽ പൊട്ടും ചെയ്യും. എന്ത് ചെയ്യാനാ, അങ്ങനെ ഒരു മിന്നൽ മുരളായിപ്പോയി. അയ്യോ പറഞ്ഞ് നാക്കെടുത്തിട്ട് എൻ്റെ കൃഷ്ണേട്ടനാണ് വിളിക്കുന്നത്. ഹലോ കൃഷ്ണേട്ടാ. ആ വിഷം പൈസ തന്നിട്ടില്ലായിരുന്നോ? അപ്പം ഇനി എപ്പോഴാണ് വരുന്നേ? കൃഷ്ണേട്ടാ നിങ്ങൾക്ക് എന്തിൻ്റെ കേടാ? അടങ്ങിയിരുന്നാൽ പോരായിരുന്നോ? എല്ലാ സാധനവും തൊട്ട് നശിപ്പിച്ചോ. ആ ഹോട്ടലിൽ ബാക്കിയുണ്ടോ ഇനിയിപ്പോൾ? ആർക്കറിയാം, അതിന് തലകിഴ മറിച്ചിട്ടോന്നുള്ളത്. അമ്മ എന്താ അമ്മ കാര്യം? ഒന്നും പറയണ്ട മോളെ, നിൻ്റെ അച്ഛനെ ആ ഹോട്ടലിലുള്ള ഏതോ VIP റൂമിന് ഡോറ് പൊളിച്ചു പോലും. ഇനിയിപ്പോൾ അതിനോട് പിടിച്ചു വെച്ചിരിക്കുകയാണ്. കുറച്ച് തട നിൽക്കട്ടെ, എന്നാ പഠിക്കുള്ളത്.
നീ എന്താ ചിരിക്കുന്നേ? ഏയ് ഒന്നുമില്ല. നിങ്ങളുടെ മുത്തശ്ശി നേരത്തെ പറഞ്ഞേ, മുത്തശ്ശനും നീയും നിവേദ് സാറും മാതിരിയാണ്. അപ്പൊ ഞാൻ ആലോചിക്കായിരുന്നു നീ നിവേദ് സാറിന്റെ തലക്ക് ചിരവോണ്ടടിക്കണം. ആ, എന്നെ അങ്ങോട്ട് ചെറുകൊണ്ട് വിളിച്ചാൽ അത് അവളുടെ അവസാനം തല്ലിയിരിക്കും. അമ്മിക്കടുത്ത് തലക്കേ അറിയും. ആ അറിയാങ്ങട്ട് അങ്ങോട്ട് വാടോ, തന്നെ പിടിച്ച് പൊട്ടക്കഞ്ചിലിടും. എന്നാ പിന്നെ നിന്നെ ഞാൻ കടല മുക്കി കൊല്ലുടി. മഴ ആയിക്കോട്ടെ, വെയിലായിക്കോട്ടെ, തണുപ്പായിക്കോട്ടെ, ഓണമായിക്കോട്ടെ, ഈദായിക്കോട്ടെ, ക്രിസ്മസ് ആയിക്കോട്ടെ, ഏത് കാലാവസ്ഥയും ഏത് ആഘോഷങ്ങളിലും അങ്കിന്റെയും നിവിന്റെയും തല്ല് അത് ഉറപ്പാ. എടീ കോക്കച്ചി തളിച്ചി. നീ പോടാ മരങ്ങത്തി മോറ. ഒന്ന് നിർത്തും വേണ്ടോ? നല്ലൊരു കാര്യത്തിന് നടക്കണോ രണ്ടിന് തല്ല്. ഗീതേ, ഞാൻ കാന്താരിമുളക് അരച്ചെടുക്ക്. ഓ പിന്നെ കാന്താരി മുളക് പറഞ്ഞാൽ ഞങ്ങളെ പേടിപ്പിക്കൊന്നും വേണ്ട. അല്ല പിന്നെ പുലി വരുന്നു പറഞ്ഞിട്ട് കാന്താരി മുളക് ഞങ്ങൾക്ക് പേടിയൊന്നുമില്ല. അമ്മേ കാന്താരിമുളക് അരച്ചത്. അയ്യോ, അപ്പൊ അത് ശരിക്കും പറഞ്ഞായിരുന്നോ? മക്കളിങ്ങോട് വന്നേ, മുത്തശ്ശി മക്കൾ കണ്ണെഴുതി തരാം. വേണ്ട മുത്തശ്ശി, വേണോ? ഇങ്ങോട്ട് വന്നേ. അമ്മ ഇവരെ കിടന്നിട്ടില്ലായിരുന്നോ? ഇല്ല മക്കളെ, കൃഷ്ണേട്ടൻ വല്ലതും കഴിച്ചോന്ന് ആർക്കറിയാം. മക്കളെ, അവര് നിങ്ങളെ അച്ഛനെ ഉപദ്രവിക്കോടാ. എൻ്റെ അമ്മ അവരങ്ങനെ ചെയ്യൊന്നുമില്ല. അമ്മ പേടിക്കണ്ട. നാളെ ഒരു മീറ്റിംഗ് ഉണ്ട്, അതും കൂടി കഴിഞ്ഞാലേ ഞാനും ഹരിയും കൂടി പോയിട്ട് അച്ഛനെ കൂടി കൂട്ടിക്കൊണ്ടുവരാം. ആ, പെട്ടെന്ന് തന്നെ വിളിച്ചോണ്ടെന്നെ മക്കളെ. നിങ്ങൾക്കറിയാലോ, എനിക്ക് കൃഷ്ണേട്ടൻ അല്ലാണ്ട് പറ്റൂല. എൻ്റെ അമ്മേ, അച്ഛൻ അത്രക്കും ഇഷ്ടമാണ്. പിന്നെ എന്തിനാ അച്ഛനായിട്ട് അടി ഉണ്ടാക്കാൻ നിൽക്കുന്നത്? അത് ഞങ്ങളുടെ ലവ് ലാംഗ്വേജ്. നിങ്ങൾ അങ്കിനെയും നിവിനെയും കണ്ടിട്ടില്ലേ? അവർ തമ്മിൽ ഇഷ്ടം കഴിഞ്ഞിട്ടാ. അവർ തമ്മിൽ മുടിഞ്ഞ ഇഷ്ടത്തിലാണ്. അതുകൊണ്ട് തന്നെ ഞാൻ നിങ്ങളോട് അവരെ കല്യാണം നടത്താൻ പറഞ്ഞതും. പക്ഷേ ചിലരെ ഇഷ്ടം പ്രകടിപ്പിക്കൽ അങ്ങനെ ആയിരിക്കടാ, പരസ്പരം ഇറിറ്റേറ്റ് ചെയ്തിട്ടും അടി ഉണ്ടാക്കിയിട്ടൊക്കെ. ഞാനുണ്ട് കൃഷ്ണേട്ടൻ അങ്ങനെ. എനിക്ക് അങ്കിനെയും നിവിനെയും കാണുമ്പോൾ ഞങ്ങളെ ചെറുപ്പകാലം തന്നെ ഓർമ്മ വരാം. അമ്മയ്ക്ക് ഉറപ്പുണ്ടോ അവർ തമ്മിൽ ശരിയാവും എന്നുള്ളത്? അവർ തമ്മിൽ എന്താ ശരിയാവാത്തത്? എൻ്റെ ഗീത, നീ വിചാരിക്കുന്ന പോലെ അവർ തമ്മിൽ ഒരു പ്രശ്നവുമില്ല. ഞാൻ നിങ്ങൾക്ക് ഉറപ്പ് തരാം. നിങ്ങൾ പ്രസവിച്ചതായിരിക്കും അവരെ, പക്ഷേ എനിക്കറിയുന്ന മാതിരി അവരെ നിങ്ങൾക്ക് അറിയില്ല. ഒരിക്കലും അവന് റിവഞ്ചിന് വേണ്ടിയിട്ടല്ല അവളെ കല്യാണം കഴിച്ചത്. റിവഞ്ച് അവൻ ചെയ്യും, അതെങ്ങനെയാണെന്ന് എനിക്കറിഞ്ഞൂടാ. പക്ഷെ അതിന് വേണ്ടിയിട്ടല്ല അവൻ കല്യാണം കഴിച്ചത്. പിന്നെ അങ്കിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ അവൾക്ക് സിമ്പിളായിട്ട് കല്യാണം മുടക്കായിരുന്നു. അവൾ മുടക്കിയിട്ടില്ലല്ലോ. അതിൻ്റെ അർത്ഥം അവർക്ക് ഇപ്പോഴും ഇഷ്ടം തന്നെയാണ്. അതെ, രണ്ടെണ്ണത്തിന് കാല് ഞാൻ പിടിക്കാം. ദയവ് ചെയ്ത് ഇന്നും കൂടി കൊളാക്കരുതടാ. അയ്യോ ഇല്ല ഏട്ടാ, ഇന്ന് ഞങ്ങൾക്ക് തല്ല് പിടിക്കാനുള്ള ആരോഗ്യമില്ല. ഓ, ഇനിയും തല്ല് പിടിച്ചാൽ മുത്തശ്ശി മിക്കോളം ഞങ്ങൾ ചവിട്ടി പുറത്താക്കും. അതുകൊണ്ട് ഞങ്ങൾ നന്നായി. രാവിലെ തന്നെ തൻ്റെ തിരുമോന്ത കണ്ടാണല്ലോ എഴുന്നേറ്റത്.
ഓ നിന്റെ മുഖം കണ്ടുപോയി എന്നിട്ട് അന്നത്തെ ദിവസം പൊടിയാണല്ലോ. ഒന്ന് പോടി. താൻ പോടോ മക്കളെ. അയ്യോ, ദുരൂത്തി. അയ്യോ, ഉറങ്ങുമ്പോ എന്തൊരു പാവ എൻ്റെ മക്കള്. എന്തൊരു ഒത്തൊരുമ നോക്കിക്കേ. എന്നാൽ ഈ പിള്ളേരൊരു കാര്യം, കല്യാണമൊക്കെ കഴിഞ്ഞ ഡോറൊക്കെ ലോക്കായിണ്ട്. അല്ല, എൻ്റെ ഭാഗത്തും തെറ്റുണ്ട്, അങ്ങനെ വരാൻ പാടില്ലായിരുന്നു. പിന്നെ ഇവരെ റൂമായതുകൊണ്ട് ധൈര്യമായിട്ട് വന്നത്. എനിക്ക് സന്തോഷം എൻ്റെ മക്കളിങ്ങനെ കിടക്കണം കാണുമ്പോൾ. ഓഹോ, എൻ്റെ കഥാപ്രസംഗം നടത്താതൊന്ന് പോകുത്തശി. എന്തായാലും ഒരു റൂമൊക്കെ ഒന്ന് നോക്കട്ടെ. ദൂരോത്തി അങ്ങനെ ഒന്ന് പറഞ്ഞ് രണ്ട് പറഞ്ഞ് ഓരോന്ന് പറഞ്ഞ് അവിടെ തന്നെ നിൽക്കുമായിരുന്നു. അവരാണെങ്കിൽ ഓസ്കാർ ലെവൽ ആക്ടിങ്ങും ആയിരുന്നു. പക്ഷെ അവർക്ക് അറിയാത്തൊരു കാര്യം ഉണ്ടായിരുന്നു. ദൊറോത്ത് എപ്പോഴേ ആ റൂമിൽ നിന്ന് പോയിട്ടുണ്ടായിരുന്നു. തൻ്റെ തന്നെ വോയിസ് ഫോണിൽ റെക്കോർഡ് ചെയ്ത് അവിടുന്ന് പ്ലേ ചെയ്തിട്ടായിരുന്നു ദൊറോത്തി പോയത്. പാവങ്ങളൊക്കെ അത് മനസ്സിലായിട്ടില്ലായിരുന്നു. ഇതെന്താ പോവാത്ത, എത്ര നേരമായിട്ട് വന്നിട്ട്? എന്നോടാണ് ചോദിക്കുന്നത്, എനിക്ക് അങ്ങനെ അറിയാനോ? എടോ, താനൊന്ന് കണ്ണു തുറന്ന് നോക്കടോ. ഞാൻ കണ്ണു തുറന്ന മുത്തശ്ശിക്ക് മനസ്സിലാവില്ല നമ്മൾ അഭിനയിക്കാന്നുള്ളത്. എടോ, മുത്തശ്ശിൻ്റെ ശബ്ദം കേട്ടിട്ട് താൻ എഴുന്നേറ്റാൽ പറഞ്ഞാൽ മതി. എന്റെ നിവി, നീ എന്ത് പണിയാണ് കാണിച്ചത്? ഓ, അവളും തന്നെ കൊല്ലും. ആ കുരുപ്പ് ബോധമണ്ഡലത്തിലേക്ക് തിരിച്ചു വരുന്നതിന് മുൻപ് എസ്കേപ്പ് ആണോ നല്ലത്? ഇവിടെ സംഭവിച്ചേ? അത് ഞാനല്ല, നീ സ്വപ്നം കണ്ടതാ. സ്വപ്നം എന്ന് നിന്നെ ഞാൻ കൊല്ലടാ. ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്, ഗുഡ് മോർണിംഗ്. നീ എന്താണ് രാവിലെ തന്നെ ജോഗിങ് ഇപ്പോൾ വീടിനുള്ളിലാക്കിയോ? എവിടെയാലും എന്താ വെച്ചാ ജോഗിങ് ചെയ്താൽ പോരെ. മുത്തശ്ശി, ഗുഡ് മോർണിംഗ്. മുത്തശ്ശി, ഇതങ്ങനെ ഇവിടെ എന്താ കുമ്പിടിയോ? എന്താ നിവി, ഞെട്ടണ്ട. എൻ്റെ റൂമിൽ നിന്നത് ഞാനല്ല, ഞാൻ എന്നെ തന്നെ വോയിസ് റെക്കോർഡ് ചെയ്ത് അവിടെ വെച്ചതായിരുന്നു. എങ്ങനെയാണ് എൻ്റെ ബുദ്ധി? തുറോത്തി, നമ്മുടെ കാഞ്ഞ ബുദ്ധി കാരണം മിക്കവാറും ഞാൻ പുകയാവലായിരിക്കും. ഓ, അവരുടെ പെട്ട എസ്കേപ്പ് ആയെന്ന് വിചാരിച്ചല്ലോ അല്ലേ? തന്നെ തന്നെ ഒറ്റക്ക് കിട്ടല്ലോ. ഒന്നുമില്ലെങ്കിൽ ഓഫീസിലേക്ക് പോകാൻ താൻ തറയിട്ട് റൂമിലേക്ക് വരില്ലേ? അപ്പം തന്നെ ഞാൻ കൈയോടെ കൂട്ടി കൊള്ളക്കൊള്ളാം. അങ്കി, നിന്റെ കഴുത്തിന്റെ മേലെന്താ? അത് അമ്മ, അത് പിന്നെ അതെന്താ നിങ്ങൾ പറഞ്ഞു കൊടുക്കാമെങ്കിൽ. അയ്യോ, എനിക്കെന്തിൻ്റെ അവിടെ കൊണ്ടുവന്നൊന്നും പറയുന്നു. ഓ, ഈ സുമന്റെ ഒരു കാര്യം. എൻ്റെ സുമ കല്യാണം കഴിഞ്ഞ പിള്ളേരമ്മ അങ്ങനെ പല അടയാളങ്ങളും കണ്ടത്. നീ അതൊന്നും നോക്കാൻ പോണ്ട. ആ കുരുപ്പിനെ അവിടെയും കാണുന്നില്ലല്ലോ. അവളെ മുന്നിൽ പെട്ട വലിച്ചു കയറി എന്നെ ഒട്ടിക്കുന്നുള്ള കാര്യം ഉറപ്പാണ്. എവിടെ പോയി? അയ്യോ, കല്ല് കിടന്നില്ല. അവിടെ നിൽക്കണോ? അങ്കി, നീ ഒന്നും പറയണ്ട, എനിക്കൊക്കെ മനസ്സിലായി. ഇറ്റ്സ് ഓക്കെ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ്. അവിടെ ദുറോത്തി ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്ത് നിനക്ക് അങ്ങനെ അഭിനയിക്കല്ലാതെ വേറെ വഴിയില്ല. അതുകൊണ്ട് നീ ഒന്നും പറയണ്ട, ഒരു ക്ഷമാപണത്തിന്റെ ആവശ്യമൊന്നുമില്ല. ഞാൻ തന്നോട് അങ്കി, ഞാൻ പറഞ്ഞല്ലോ, നീ ഒന്നും പറയണ്ട. അപ്പത്തെ സിറ്റുവേഷൻ ഹാൻഡിൽ ചെയ്യാൻ നിനക്ക് അങ്ങനെ ചെയ്യേണ്ടി വന്നു. ഒരു തരത്തിൽ നീ ചെയ്ത് നന്നായി. അതുകൊണ്ട് ദുറോത്തി അപ്പം തന്നെ അവിടെ പോയല്ലോ. ഇയാളെന്താ അങ്ങനൊക്കെ പറയുന്നത്? അല്ല, അപ്പോ ദുറോത്തിലാണ് അങ്ങനെ ചെയ്തത്? അങ്കി, ഇറ്റ്സ് ഓക്കെ, ഞാൻ പറയുന്നത് വിട്ടുകളാ. ചിലപ്പോൾ നമുക്ക് അങ്ങനെയൊക്കെ അഭിനയിക്കേണ്ടി വരും. അറ്റ്ലീസ്റ്റ് ദുറോത്തിന്റെ മുന്നിൽ പിടിച്ച് നിൽക്കാണെങ്കിൽ നമുക്ക് അങ്ങനെയൊക്കെ അഭിനയിക്കേണ്ടി വരും. എനിക്കതൊന്നും പ്രശ്നമല്ലേ, ഞാനത് വിട്ടുകളഞ്ഞു. നീ പെട്ടെന്ന് റെഡി ആയിട്ട് നമുക്ക് ഓഫീസിൽ പോകണ്ടേ? ഓ, അവളൊരു മണ്ടത്തേതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു. അല്ലെങ്കിൽ അവളെന്നെ പുറകാക്കി തന്നെ. അങ്കി, നീ എന്താ ചെയ്യുന്നത്? നീ മുഖത്ത് മാത്രല്ലേ, കഴുത്തിലും പൊട്ടിയിടോ? ചില തെണ്ടുകൾ കാരണം അങ്ങനെ ഇടേണ്ടി വരും. ഓ ഓ ഓ, അങ്ങനെ. അങ്കി ഡാർലിംഗ്, അതൊക്കെ മറക്കേണ്ട ആവശ്യം എന്താ? അതൊക്കെ എൻ്റെ ആർട്ടല്ലേ. ഞാൻ പിടിച്ച ആട്ടുണ്ടെങ്കിൽ മുണ്ടാണ് നിന്നോട്ടോ. ഓ, വേണ്ടായിരുന്നു. എന്നാ പിന്നെ ഞാൻ കാറിലുണ്ടാവും. അതാ എനിക്ക് നല്ലത്. അതെ, നിങ്ങൾ ഇന്നത്തെ പ്രസന്റേഷനൊക്കെ റെഡിയാക്കിയതല്ലേ? ഇന്ന് നിവേദ് സാറ് മാത്രമല്ലിട്ടുണ്ടാവുക, വിഷ്ണു സാറുണ്ടോ ഹരി സാറുണ്ടോ, അതുകൊണ്ട് ബെസ്റ്റ് തന്നെ ആയിരിക്കണം. സാർ അതാലോചിച്ച് പേടിക്കണ്ട, ഞങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്.
നിങ്ങൾ 3 പേരല്ലേ ടീമുള്ളത്? ഫസ്റ്റ് ടീം ആരൊക്കെ? അത് ഞാനും രാധും നവ്യയും. ആ ഓക്കെ. സെക്കൻഡ് ടീം നിങ്ങൾ 3 പേരല്ലേ? ആദ്യം ഇവരുടെ ടീം കേറിട്ട് പിന്നെ നിങ്ങൾ കയറിയാൽ മതി കേട്ടോ. ഡാനി, എല്ലാ അറേഞ്ച്മെന്റ്സും ഓക്കെ അല്ലേ? ആ സാർ, എല്ലാ അറേഞ്ച്മെന്റ്സും ഓക്കെയാണ്. എന്റെ ഡാനി നിന്നോട് എത്ര വട്ടം പറഞ്ഞിട്ടുണ്ട്, നീ നിവിന്റെ ബെസ്റ്റ് ഫ്രണ്ട് അല്ലേ, നീ തന്നെ എന്നെ സാറിനെ കുളിക്കുന്ന അങ്കിളെന്ന് വിളിച്ചാൽ പോരെ? എന്റെ പൊന്നങ്കിളെ, ഞാൻ ഈ വെട്ടുപോത്തിന്റെ ബെസ്റ്റ് ഫ്രണ്ടാന്നുള്ള കാര്യം ഒന്നും പതുക്കെ പറയൂ. ഇവിടെ ആരെങ്കിലും അറിഞ്ഞല്ലേ എനിക്കിട്ട് ചാമ്പോ അവര്. ഇവരോടുള്ള ദേഷ്യം കൂടെ എന്നോട് ഇവനെ തീർക്കലുണ്ടാവുക. എടാ, നീ എന്താ പറഞ്ഞ? വെട്ടുപോത്തോ? ആളുടെ നിന്റെ വെട്ടുപോത്ത്? എടാ സോറിടാ, എന്ത് അങ്കിന്റെ കൂടെ നടന്നു പറഞ്ഞേ നിന്നെ വെട്ടുപോതെന്നപ്പോ കിട്ടുന്നത്. അങ്ങനെ ആദ്യത്തെ ടീമിന്റെ പെർഫോമൻസ് കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. വളരെ നല്ല അഭിപ്രായം തന്നെയായിരുന്നു അവർക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത്. അവർ ആ മീറ്റിംഗ് ഹാൾ വിട്ടു പോയപ്പോഴായിരുന്നു രണ്ടാമത്തെ ടീമായിരുന്നു സൂര്യയും സിത്തു അങ്കിയും കയറിയിരുന്നത്. സിത്തുവിന്റെയും സൂര്യയുടെയും പെർഫോമൻസും പ്രസന്റേഷനും നന്നായിട്ട് തന്നെ കഴിഞ്ഞു. ഇനി അടുത്തത് അങ്കിന്റേതാണ്. ആ, ഇതുവരെയൊക്കെ നല്ലപോലെ നടന്നിട്ടുണ്ട്. പ്രസന്റേഷനും കുഴപ്പമില്ല. ഇനി ബാക്കി ചിലരുടെ പ്രസന്റേഷനൊക്കെ എങ്ങനെ ഉണ്ടോ ആവോ. കോൺഫിഡൻസ് ലെവൽ ഇല്ലാണ്ടാക്കാൻ പോണെങ്കി നീ അവനെ മൈൻഡ് ചെയ്യണ്ട. ഇന്ന് നീ പ്രസന്റ് ചെയ്യുന്നത് അവന് വേണ്ടിയിട്ടില്ല, ഞങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ട്. അതുകൊണ്ട് നീ ഞങ്ങളോട് കാര്യം പറഞ്ഞാൽ മതി. സർ, എൻ്റെ ഒരു ബിസിനസ് സ്ട്രാറ്റജി എന്ന് പറയുകയാണെങ്കിൽ ഞാനൊരു പ്രൊഡക്റ്റ് അത് ഞാൻ മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നതിന് മുൻപേ അല്ലെങ്കിൽ മാർക്കറ്റിലേക്ക് എത്തിക്കുന്നതിന് മുൻപേ ഞാനത് ആദ്യം പേഴ്സണലി ഒന്ന് യൂസ് ചെയ്ത് നോക്കാറുണ്ട്. എന്നിട്ടാണ് അതിൻ്റെ നിലവാരം ഞാൻ വിലയിരുത്താറുള്ളത്. അതുപോലെ തന്നെ ഈ പ്രൊഡക്റ്റും ഞാൻ യൂസ് ചെയ്ത എൻ്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് ആണ് ഞാനിവിടെ ഷെയർ ചെയ്യുന്നത്. എടാ സൂര്യ, ഇതിൽ ഏത് ഫോൾഡർ ഓണാക്കേണ്ടത്? ഏതാണ് പ്രസന്റേഷൻ്റെ ഫോൾഡർ ഉണ്ടാവുക? ഇതിലാകെ 2 ഫോൾഡറിലുള്ളൂ. എടാ ഓൺലി മൈൻ അതെന്നായിരിക്കും ആ പ്രസന്റേഷൻ്റെ ഫോൾഡർ, അത് ഓണാക്കിക്കോ. സൂര്യനെ സിത്തുവിനായിരുന്നു അങ്കി അവളുടെ സ്ലൈഡ് കൈകാര്യം ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ വിക്രമനും മുത്തുനും നൈസായിട്ടൊന്ന് ഫോൾഡർ മാറിപ്പോയി. സർ, ഇതാണ് ഞാൻ പരിചയപ്പെടുത്താൻ പോയ പ്രൊഡക്റ്റ്. ഇതോ? അവർ ഒരുപോലെ ഞെട്ടാൻ ഒരു കാരണമുണ്ടായിരുന്നു. കാരണം പ്രൊഡക്റ്റ് ഇതായിരുന്നു. അങ്കിക്ക് നൈസായിട്ടൊന്ന് ഫോൾഡർ മാറിപ്പോയി. സോറി, അങ്കിക്കല്ല, സൂര്യക്കും സിത്തുവിനും. എന്നാൽ അത് ബാക്ക് അടിക്കാൻ നോക്കിയാൽ ലാപ്പാണെ ഹാങ് ആയും ചെയ്ത്. പിന്നെ അങ്കിയുടെ കാര്യം പറയുകയേ വേണ്ട. തൻ്റെ പ്രസൻറ്റേഷൻ്റെ മേലുള്ള ഓവർ കോൺഫിഡൻസ് കാരണം സ്ക്രീനിലേക്ക് ഒന്ന് നോക്കാണ്ടായിരുന്നു അങ്കി തൻ്റെ പ്രൊഡക്റ്റിനെ കുറിച്ച് പരിചയപ്പെടുത്താൻ തുടങ്ങിയത്. മോളെ അങ്കി, ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് മോക്ക് എന്താ പറയാനുള്ളത്? സാർ, ഈ പ്രൊഡക്റ്റിനെ കുറിച്ച് പറയാനാണെങ്കിൽ ഇതിന് പോസിറ്റീവ് സൈഡിനേക്കാൾ കൂടുതൽ നെഗറ്റീവ് സൈഡാണുള്ളത്. ഞാനിത് യൂസ് ചെയ്ത എക്സ്പീരിയൻസ് എന്ന് പറയുകയാണെങ്കിൽ ഇതൊരു അട്ടർ ഫ്ലോപ്പ് പ്രൊഡക്റ്റാണ്. ആഹാ, അടിപൊളി. പിന്നെ സാർ, ഇതിന്റെ പെർഫോമൻസ് ലെവൽ നോക്കുകയാണെങ്കിൽ ഇതിന്റെ വർക്കിംഗ് കണ്ടീഷൻ വളരെ മോശമാണ്. അത് മാത്രമല്ല സാർ, ഇതിന്റെ കൺട്രോളിംഗ് സിസ്റ്റം വളരെ വീക്കാണ്, എസ്പെഷ്യലി നൈറ്റിൽ. അങ്കി, ഇതൊക്കെ മോളെന്തിനാ ഞങ്ങളോട് പറയേണ്ട ആവശ്യം? പിന്നെ നിങ്ങളോട് വേറെ എവിടെ എന്തൊക്കെ പറയാ? അല്ല മോളെ, അങ്കി ഈ നൈറ്റില് എല്ലാവരുടെയും കൺട്രോളിംഗ് സിസ്റ്റം ഒന്ന് വീക്ക് ആവുമല്ലോ. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെ ശരിയാവുക? നമ്മളെ പ്രൊഡക്റ്റ് നമ്മൾ മറ്റൊരാൾക്ക് കൊടുക്കുമ്പോൾ അതിന്റെ ഡിഫക്റ്റ് ഒക്കെ നമ്മൾ റെഡിയാക്കിയിരിക്കണം. അത് മാത്രമല്ല, ഇത് പെട്ടെന്ന് ഹീറ്റ് ആവുകയും ചെയ്യും. ഹീറ്റോ? അവൾ എന്ത് ഹീറ്റാണ് ഉദ്ദേശിച്ചത്? അവള് പൂടാ, ഈ പെണ്ണെന്നെ നാണം കെടുത്തു തോന്നുന്നത്. അങ്കിത, അറ്റ്ലീസ്റ്റ് നീ ഒന്ന് സ്ക്രീനിലേക്ക് നോക്കിയിട്ട് സംസാരിക്കും. സ്ക്രീനിലേക്ക് നോക്കേണ്ട ഒരു ആവശ്യമില്ല. ഈ പ്രൊഡക്റ്റിനെ കുറിച്ചിട്ട് എനിക്കറിയുന്ന മാതിരി മറ്റൊരാൾക്കും അറിയാൻ ചാൻസ് ഇല്ല. അത് ശരിയാ. അത് ആ വർക്കിംഗ് കണ്ടീഷനെ കുറിച്ചിട്ടും കൺട്രോൾ സിസ്റ്റത്തിനെ കുറിച്ച് സംസാരിച്ചപ്പോഴേ ഞങ്ങൾക്ക് തോന്നി. എടാ ഒന്ന് പോടാ, എന്റെ പൊന്നങ്കി, നീ ദയവ് ചെയ്തൊന്ന് സ്ക്രീനിലേക്ക് നോക്കടി. എടി ഫോൾഡർ മാറിയടി. എന്താണ്? എടി ഫോൾഡർ മാറിയെന്ന്. എന്ത്? സ്ക്രീനിലേക്ക് നോക്കടി പോരങ്ങേ. എന്നാലും എൻ്റെ അങ്കി, അവൻ്റെ ഒരു ഒറ്റ ഷർട്ടിട്ട് ഒരു ഫോട്ടോയ്ക്ക് നടക്ക വെക്കായിരുന്നു. ഇത് മൊത്തത്തില് ബോഡി വിത്ത് മ്യൂസിക് മസിൽസ് ആണല്ലോ. അച്ഛാ, അങ്കിള് വേറൊന്ന് ഡിസ്കസ് ചെയ്യാനല്ലോ. എന്നാലേ മീറ്റിംഗ് ഡിസ്മിസ് ചെയ്തിരിക്കുന്നു. അങ്കിത, നിവേദ് എൻ്റെ ക്യാബിനിലേക്ക് വാ. സിത്തു, ആ പെൻഡ്രൈവ് എടുക്ക്. അയ്യോ, കൊടുത്ത്. അങ്കിക്ക് പിന്നെ അവിടെ ഇരുന്നിട്ട് ഇരിക്കപ്പുറത്ത് കിട്ടുന്നില്ലായിരുന്നു. നിവിനെ ഫേസ് ചെയ്യാൻ നമുക്ക് പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ട് തന്നെ ഇല്ലാത്ത ഓരോ കാരണം ഉണ്ടാക്കി അവൾ അവിടെ നിന്ന് മുങ്ങി. ഇതാദ്യം നിവി പ്രതീക്ഷിച്ചതുമായിരുന്നു. ആ, നീ മുങ്ങ. എന്തായാലും നിനക്ക് ഇവിടെ തന്നെ മുങ്ങാൻ കഴിയുള്ളൂ. വീട്ടിൽ നിന്നെ കൈയോടെ പൊക്കിക്കോളാം.
കഴിഞ്ഞോ? കഴിഞ്ഞ ഹൈഡൻസിക്ക് കളി? ആ, ആ, അത് പിന്നെ മതി, ഉരുണ്ട് കളിക്കണമെന്നില്ല. അങ്കി, നീ ഇനിയും കഷ്ടപ്പെട്ട് കള്ളം പറയണമെന്നില്ല. നിനക്ക് എന്നെ ഇഷ്ടമായിരുന്നുള്ളത് എനിക്കിപ്പോഴല്ല, ഇതിന് മുന്നേ തന്നെ മനസ്സിലായതാണ്. എൻ്റെ അമ്മനെ നീ അമ്മായി എന്നുള്ള വീട് നിർത്തി ഗീതമ്മേനെ വിളിച്ച് തുടങ്ങിയപ്പോഴേ നിനക്ക് എന്നുള്ള ഫീലിങ്സ് എനിക്ക് മനസ്സിലായതാണ്. നീ ആദ്യം എന്നോട് പറയട്ടെന്ന് വെച്ചിട്ടാണ് ഞാൻ ഇത്രയും കാലം വെയിറ്റ് ചെയ്തത്. ഞാൻ നിന്നോട് പറയാൻ വേണ്ടിയിട്ടാണ് നീയും വെയിറ്റ് ചെയ്തത്. ഇനിയും നമ്മൾ എത്ര വെയിറ്റ് ചെയ്യണമെങ്കിൽ അങ്കി, ഞാൻ ഒന്നും കൂടെ ശ്വാസം മുട്ടിക്കട്ടെ. सर्दी की रातों में हम सोए रहे एक चादर में, हम दोनों तन्हा हो न कोई भी रहे उस घर में. മോനെ നിവി, ഒന്ന് കഥകു തുറന്നടാ. ഓ, ഇയാ കുറക്കൊന്നുമില്ലേ? എന്താ ഏട്ടാ? നീ ഒന്ന് വന്നേ, നമുക്ക് കുറച്ച് കണക്ക് കൂട്ടാണ്ട്. കണക്കോ? എന്ത് കണക്ക്? എടാ, നമ്മളെ ഹോസ്പിറ്റലിൻ്റെ അതേപോലെ നമ്മുടെ ഓഫീസിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ കാൽക്കുലേറ്റ് ഉണ്ട്. നീ വാ. അല്ല ഏട്ടാ, അത് നാളെ കാൽക്കുലേറ്റ് ചെയ്താൽ പോരെ? പോരെ, അത് ഇന്ന് തന്നെ കാൽക്കുലേറ്റ് ചെയ്യണം. അത് ഇപ്പം തന്നെ വേണം. ഇപ്പം ഈ നേരത്തെ തന്നെ കണക്ക് കൂട്ടാൻ വിളിക്കുന്നതിൻ്റെ പിന്നീട് ചേതോവികാരം അത് നമുക്ക് മനസ്സിലാക്കാവുന്നതല്ലേ ഉള്ളൂ. തൻ്റെ 3 രാത്രി കൊണ്ട് കളഞ്ഞതാണ് ആ പക, അത് കിട്ടാനുള്ളതാണല്ലോ. അതുകൊണ്ട് തന്നെ അവിടെ നിന്നുള്ള പിന്നീട് എല്ലാ രാത്രികളും കണക്ക് കൂട്ടാൻ മാത്രമേ നിവിക്ക് നേരം കിട്ടിയിട്ടുള്ളൂ. തൻ്റെ 3 രാത്രി കൊണ്ട് കളഞ്ഞതിന് പകരം 30 രാത്രിയായിരുന്നു നിവി എടുത്തിരുന്നത്. എൻ്റെ പൊന്നേട്ടാ, ഇനിയെങ്കിൽ എന്നൊന്ന് വെറുതെ വിട ഏട്ടാ. ഒരു 3 രാത്രി ഞാൻ കൊണ്ട് കളഞ്ഞുകൊണ്ട് എൻ്റെ 30 രാത്രിയാണ് നിങ്ങൾ പെടുത്തത്. എൻ്റെ 16ാമത്തെ വയസ്സിൽ എൻ്റെ മനസ്സ് കയറി കുടുങ്ങിയത്. ഇപ്പോഴാണ് നിങ്ങളോട് ഞാൻ എൻ്റെ ഇഷ്ടം പോലെ തുറന്നു പറഞ്ഞത്. ഞങ്ങൾ ഇനിയെങ്കിൽ ജീവിക്കാൻ അനുവദിക്കണോ? இல்லாத ஊரிலே அடியான் பூ கேட்பதில்லை, பெண் இல்லாத ஊரிலே கொடிதான் பூ பூப்பதில்லை. உன் புடவை முந்தானை சாய்ந்தது, இந்த பூமி பூ பூத்தது, இந்த கம்பன் பாடாத சிந்தனை உந்தன் കാതോട് യാർ சொன்னது. അങ്ങനെ അവർ തങ്ങളുടെ മുടങ്ങിപ്പോയ ആദ്യ രാത്രിയും അവിടെ നിന്നുള്ള പിന്നീട് രാത്രികളുടെയും എല്ലാത്തിൻ്റെയും പലിശയുടെ കൂട്ടി അതങ്ങോട്ട് വീട്ടി. അതെ, അങ്കിൻ്റെ കൂടെ വന്നവരാർക്കാ? ആ, പെങ്കൊച്ചാണേ. അയ്യോ, സോറി ഡോക്ടർ. താങ്ക് യു പറയാൻ പറഞ്ഞു. താങ്ക് യു ഡോക്ടർ. ഓ, അതിനിപ്പം പറഞ്ഞതിലും കുഴപ്പമില്ല. ഇതും കൂടി കൂട്ടി അടുത്ത തവണ പറഞ്ഞാൽ മതി. ഡോക്ടർ അതും പറഞ്ഞ് അവനൊന്ന് ഇരുത്തി നോക്കി. അതിനവനൊന്ന് വിളിച്ചു കാണിച്ചും കൊടുത്തു. എന്താണെന്നാണോ നിങ്ങളിപ്പോൾ വിചാരിച്ചു കാണും ഇത് അങ്കിയുടെ ആദ്യത്തെ കുഞ്ഞാണ്. അല്ല, ഇത് അങ്കിൻ്റെ 6ാമത്തെ കുഞ്ഞായിരുന്നു. നിവിക്ക് ഇത് തന്നെയായിരുന്നൊരു പണി. അങ്കി ഡാർലിംഗ്. ഓ, വന്നു കുരിശ്. ഓ അങ്കി ഡാർലിംഗ്, നീ എന്നെങ്ങനെ നോക്കാതെ എല്ലാം കൂടി ഇപ്പം തന്നെ നോക്കിയാലോ? ഇനി ഇതിൻ്റെ അവസരം നിനക്ക് തരുന്നതായിരിക്കും. ഓ, അപ്പൊ അത് കഴിഞ്ഞില്ലേ? എവിടെ, ഇത് തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. എൻ്റെ പൊന്നങ്കി, അങ്കി ഡാർലിംഗ്, ഇതെൻ്റെ പ്രതികാരടി, എൻ്റെ മധുര പ്രതികാരം. നീ നോക്കിക്കോ, നിന്നെ ഞാൻ ലാബ് റൂമിൽ നിന്ന് ഇറക്കൂല. ആഹാ, റിവഞ്ച് തീർക്കാൻ നടന്നതല്ലേ, അനുഭവിച്ചോ? ഓ, എൻ്റെ ഐഡിയ ആയിപ്പോയി. സുമേ, നിനക്ക് സംശയമുണ്ടോടി ഞാൻ മക്കളായ ശേഷം എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കുറഞ്ഞിരിക്കുന്നുള്ളത്? അങ്ങനെ സംശയിക്കാൻ നിങ്ങളെനിക്കൊരു അവസരം തരണ്ട ഹരിയേട്ടാ. നിങ്ങളിന്ന് രാത്രി കിടത്തി ഉറക്കാറുണ്ടോ? സുമേ, അതൊക്കെ എൻ്റെ സ്നേഹമല്ലടി. വല്ലാത്തൊരു സ്നേഹമായിപ്പോയി. ഇതേ, നീ വിഷമിക്കണ്ടടി. നീ വിചാരിക്കുന്ന മാതിരി
മക്കളും കൊച്ചുമക്കളാന്ന് വിചാരിച്ചിട്ട് എനിക്ക് നിന്നോടുള്ള ഇഷ്ടം ഒരു അണു മണി പോലും കുറഞ്ഞിട്ടില്ല. അത് ഞാൻ നിനക്കൊന്ന് തെളിയിച്ച് തരുന്നതായിരിക്കും. അതെ വിശ്വേട്ടാ, നിങ്ങൾ ഇന്ന് രാത്രി പുറത്ത് കിടന്നാൽ മതി. ഇതേ എടി മഹാബാബി പട്ടിണിക്കിട്ടല്ലടി. എടി മക്കളൊക്കെ ഉറങ്ങിയോ? ആ മക്കളൊക്കെ ഉറങ്ങി. അനുമ, ഞാൻ ആലോചിക്കായിരുന്നു, അല്ല അങ്കി നിവി നമ്മളെക്കാളും യങ്ങറ, എന്നിട്ടും അവർക്ക് 6, നമുക്ക് ഒരു 4 അതിന് ഒരേലെങ്കിൽ നമ്മൾ പിടിക്കണം. എന്നെ വെറുതെ 22 എടുപ്പിക്കരുത്. എൻ്റെ അമ്മ ഡാർക്ക് അടങ്ങുന്ന നല്ലത്. അടങ്ങിയിരുന്നു, അല്ലെങ്കിൽ ഞാൻ ഇന്നലത്തെ പോയി റൂമിൽ ചവിട്ടി പുറത്താക്കും. ആങ്കി ചാർല അങ്ങനെ കേട്ടിട്ട് ഏട്ടനോട് തീരെ സ്നേഹം കേട്ടോ. ആ അത്ര സ്നേഹമൊക്കെ മതി. ആങ്കി നമുക്ക് നമ്മുടെ താമസം വാറ്റിക്കനിലേക്ക് മാറ്റിയാലോ? അതെന്തിനാ? അല്ല അവിടെ ഭയങ്കര പോപ്പുലേഷൻ കുറവാണ് ഞാൻ കേട്ടത്. അല്ല നമ്മളെ കൊണ്ട് പറ്റുന്ന സഹായം നമുക്ക് ചെയ്തു കൊടുക്കാലോ. ഓഹോ ഒന്ന് പോടോ. മുത്തശ്ശി താരെ കാത്തിക്കുന്നത്? കൃഷ്ണേട്ടനെ 2 ദിവസം മുന്നേ എന്നോട് പണങ്ങി പോയതല്ലായിരുന്നോ? ഇന്നിപ്പോൾ വരുന്നുണ്ട്, വിളിച്ചിട്ടുണ്ടായിരുന്നു. ബസ്സിലാണ് വരുന്നത്. ആ ബസ്സിന്റെ കമ്പി ഒന്ന് പൊളിച്ചിട്ടുണ്ടാവില്ലേക്കും. മുത്തശ്ശന് ഇത്രയും ഇഷ്ടമാണെങ്കിൽ പിന്നെ എന്തിനാ മുത്തശ്ശനെ ചിരവക്കെട്ട് അടിക്കുന്നത്? അതോടല്ല ഞാൻ പോണത്. ഒന്ന് പോടാ, ഞാൻ പണ്ടത്തെ ചിരവോണം അടിക്കാറൊന്നുമില്ല. അതെ ഇപ്പൊ അപ്ഡേറ്റ് ഇപ്പൊ ഫ്രൈ പാനാണ്. നിനക്കറിയോ തറവാട്ടിൽ ഒട്ടുമിക്ക ഫ്രൈ പാനും മുത്തശ്ശന്റെ ഫീസ് കട്ട. ഒന്ന് പോടാർന്ന്, അതൊക്കെ ഞാൻ സ്നേഹം കൊണ്ട് ചെയ്യുന്നതല്ലേ. അപ്പൊ അങ്കിന് ഇവനെ എടുത്തോക്ക്, അവർ തമ്മിൽ കണ്ട വഴക്കല്ലേ. എന്നാലും അവർക്ക് ഇഷ്ടത്തിന് കുറവൊന്നുമില്ലല്ലോ. ഓരോരുത്തരുടെ ലവ് ലാംഗ്വേജും വ്യത്യാസമായിരിക്കും. എൻ്റെ കൃഷ്ണേട്ടൻ്റെ ലവ് ലാംഗ്വേജ് ഇങ്ങനെ. മുത്തശ്ശിക്ക് മുത്തശ്ശനെ എത്ര ഇഷ്ടാ? അങ്ങനൊക്കെ ഇപ്പോൾ ചോദിച്ചാൽ നമുക്കൊരാൾ ഇഷ്ടം പറയാൻ കഴിയുവാനോ? പറയാനല്ല കഴിയുക, അത് പ്രവർത്തിച്ച് കാണിക്കല്ലേ വേണ്ടേ. എനിക്കെൻ്റെ കൃഷ്ണേട്ടനെ ഒരുപാട് ഇഷ്ടമാണ്. കൃഷ്ണേട്ടൻ കഴിഞ്ഞിട്ട് എനിക്ക് ആരുള്ളൂ. മരണം പോലും ഞങ്ങൾ ഒരുമിച്ച് വിളിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കാറ്. കൃഷ്ണേട്ടൻ പതുങ്ങി വരും മധുമാസം, മണമരുളും മലർമാസം, നിറങ്ങൾ പെയ്യുമ്പോൾ ലോലമായി അതിലോലമായി ശാന്തമായി സുഖസാന്ദ്രമായി അനുപദം മണിമയമായി പൂ